പുതിയൊരു സെഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂ ആൻഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിങ്. ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. അറിയില്ലാത്തതാണെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് വന്ന് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് നമ്മുടെ സെഷനിൽ പുതുതായിട്ട് കയറിയിട്ടുള്ള എല്ലാ ആൾക്കാരെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ ഞാൻ ബഹുമാനത്തോടെ അവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഒരു പക്ഷെ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാവാം, മേ ബി ചിലപ്പോൾ സെഷനിൽ ആദ്യമായിട്ടാവാം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ 5 മണി മുതൽ 5:30 വരെ ഫ്രീ സെഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ ടെക്നിക് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ് പറയുന്നുണ്ട്, മണി അഫോർമേഷൻസ് പറയുന്നുണ്ട്, വിഷ്വലൈസേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ സൂം ലിങ്ക് വരും 5 മണിക്ക്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ഹാവ് ടു ചേഞ്ച് യുവർ ട്രൈബ്. നിങ്ങളുടെ ട്രൈബ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വൈബ് ചേഞ്ച് ചെയ്യുള്ളൂ. നിങ്ങളുടെ വൈബ്രേഷൻസ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കൺസിസ്റ്റൻസോട് കൂടി എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, സെഷൻ കഴിഞ്ഞ ഉടനെ റെക്കോർഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരുന്നുണ്ടാവും. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെ എണീറ്റിട്ട് ഈ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പുതിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഓരോരോ സംശയങ്ങളായിട്ട് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി ചോദിക്കാം. അറ്റ് എ ടൈം ഒരാൾ ചോദിക്കുക, അപ്പൊ എനിക്ക് അതിനുള്ള ആൻസർ പറഞ്ഞുതരാൻ പറ്റും. പ്ലീസ്. സർ, ഒരു പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ എങ്ങനെ ഫോക്കസ് കൊണ്ടുവരാൻ പറ്റും സ്റ്റഡീസിൽ? പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഒരു വ്യക്തിയുടെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സാം എന്ന തിങ് മാറ്റിയിട്ട് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഏത് കാര്യത്തിലായിക്കോട്ടെ, ബിസിനസിന്റെ കാര്യത്തിലായിക്കോട്ടെ, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, എക്സാംസിന്റെ കാര്യത്തിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഏത് മാറ്റർ നോക്കിയാണ്, ഏത് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ നോക്കേണ്ടേലും എന്തുകൊണ്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നത്, പ്രയോറിറ്റി മാറ്റേഴ്സ്. ദാറ്റ്സ് എ മെയിൻ തിങ്. പ്രയോറിറ്റി മാറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. നമ്മൾ പ്രയോറിറ്റി ഇപ്പൊ എവിടെയാണ്? ഫസ്റ്റ് സെന്റൻസ് എഴുതരുത്, സർ ഒരു പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ വേ ദ ഫോക്കസ് ഗോയിസ്, എവിടെ ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രോബ്ലത്തില്, സം ഇഷ്യൂല്. അപ്പൊ പ്രോബ്ലം അങ്ങോട്ട് പോകണം. കാരണം എന്നാ? പ്രയോറിറ്റി ഗീവ്സ്. അവിടെ പ്രയോറിറ്റി കൊടുത്തത് എവിടെയായിരുന്നു? ഇഷ്യൂല്. യാ. സോ നമ്മുടെ പ്രോബ്ലം അവിടെ കൂടുതൽ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. സി, കുറെ ആൾക്കാർ ചോദിക്കും, ഇപ്പൊ റിലേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നു, സാറേ ആക്ച്വലി ആം ഇൻ എ ലൂപ്പ്. ഞാനൊരു ലൂപ്പിൽ അകപ്പെട്ടതുപോലെ എത്ര കാര്യങ്ങൾ ശ്രമിച്ചിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും, എത്ര അഫർമേഷൻസ് പറഞ്ഞിട്ടും ഞാൻ വീണ്ടും വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കയറി വരാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കയറി വരാൻ പറ്റാത്തത്? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒന്നാമത്തെ മെയിൻ തിങ്, ട്രൈബ്. നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പീപ്പിൾ ഏത് പീപ്പിളുമായിട്ടാ? ഓൾവേസ് മേക്കിംഗ് പ്രോബ്ലംസ്. എപ്പോഴും പ്രോബ്ലംസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ചേഞ്ച് വരുത്താൻ പറ്റുന്നില്ല. പിന്നെ വീണ്ടും നേരത്തെ പറഞ്ഞ പ്രയോറിറ്റി ക്യൂസ് പറയുന്നത് പോലെ തന്നെ, ആ പ്രയോറിറ്റി നിങ്ങൾ എത്രമാത്രം വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു, അത് വീണ്ടും വീണ്ടും ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. എന്ത്? ആ ഒരു പ്രോബ്ലം മാത്രമല്ല, ആ പ്രോബ്ലത്തിന് റിലേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന എല്ലാ സംഗതികളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെന്ന് വെച്ചാൽ, ഒരു ബുക്ക് എടുക്കുക, പേന എടുക്കുക, 2 കോളംസ് ആയിട്ട് തിരിക്കുക. എന്നിട്ട് എനിക്ക് മോർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ് അത് എഴുതുക, ലെസ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതെന്ന് എഴുതുക.
അപ്പൊ ചോദിക്കും എഴുതേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് അതൊക്കെ അറിയാം, എന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. സി, അവിടെയാണ് പ്രോബ്ലം. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കൂടുതലും എന്തിലേക്ക് വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും? എന്താണോ നിങ്ങൾക്കില്ലാത്തത് അതിലേക്ക് വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഉള്ളതിലേക്ക് ഫോക്കസ് ചെയ്യില്ല. പക്ഷെ തലയ്ക്കകത്തുള്ള സംഭവം ഉണ്ടല്ലോ, അത് പേപ്പറിൽ എഴുതിയാൽ ക്ലാരിറ്റി കിട്ടും, വ്യക്തത ഉണ്ടാവും. യാ, ദിസ് ഈസ് ഹാവ് ടു ഡു, ഇതാണ് എനിക്ക് ചെയ്യാനുള്ള സംഭവം. അപ്പൊ പേപ്പർ എടുത്ത് എഴുതുക. പ്രയോറിറ്റീസ് ഫസ്റ്റ്, മോർ പ്രയോറിറ്റി ഞാൻ എന്തിനു കൊടുക്കണം, ലെസ് പ്രയോറിറ്റി എന്തിനു ഞാൻ കൊടുക്കണം. അപ്പൊ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താ? സ്റ്റഡീസ്. സോ സ്റ്റഡീസിലേക്ക് ഞാൻ എങ്ങനെ പ്രയോറിറ്റി കൊടുത്ത് കൊണ്ടുവരണം? വൈ ഷുഡ് ഐ സ്റ്റഡി? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തിനു ഞാൻ പഠിക്കണം? ഇപ്പൊ എനിക്ക് പഠിക്കാനാണല്ലോ പഠിക്കാൻ പറ്റുന്നില്ല. ബട്ട് നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, വൈ ഷുഡ് ഐ സ്റ്റഡി? ഞാൻ എന്തുകൊണ്ട് പഠിക്കണം? പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്താണ്? അതൊക്കെ ക്വസ്റ്റ്യൻ എഴുതുക, താഴെ എഴുതുക. ഞാൻ എന്തുകൊണ്ട് പഠിക്കണം, പഠിച്ചാലുള്ള അതിന്റെ ബെനിഫിറ്റ്സ് എന്താ, അതൊക്കെ താഴെ എഴുതുക. താഴെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ പുതിയ വഴികൾ കണ്ടെത്തും. എന്തിനു വേണ്ടിയിട്ടാ? എന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. അതായത് ഒരു ഹ്യൂമന് ഏറ്റവും ഇമ്പോർട്ടന്റ് നീഡ് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ആവശ്യം. എപ്പോഴും സംരക്ഷണം എന്ന സംഭവം നോക്കി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യൻ അതിനുവേണ്ടി എന്തും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരമ്മ ഒരു മകനെ സോറി അപ്പൊ ഞാൻ എവിടെയാ നിർത്തിയ? എവിടെ പറഞ്ഞു നിർത്തിയ? ഒരമ്മ എങ്ങനെ ഒരു മകനെ സംരക്ഷിക്കുന്നു, പല പ്രോബ്ലത്തിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും എങ്ങനെ അമ്മ ടേക്ക് കെയർ ചെയ്യുന്നു, ഒരമ്മ എങ്ങനെയാണ് ആ കുഞ്ഞിനെ സേവ് ചെയ്യുന്നത്, എത്രമാത്രം ഇമ്പോർട്ടൻസ് അതിൽ കൊടുക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും, ഈ ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും അമ്മ മകനെ വിട്ടുകൊടുക്കൂല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പ്രകൃതിയിൽ തന്നെ കാണാം. നമുക്ക് കോഴി മുട്ടകളൊക്കെ വിരിച്ചിട്ട് ഈ കോഴിയെ അമ്മ തള്ളക്കോഴി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളായിട്ട് പുറത്തൊക്കെ ഇറങ്ങി പുഴുക്കളും മറ്റേതൊക്കെ കൊത്തി തിന്നുന്ന സമയത്ത് കാക്കയും പരുന്തൊക്കെ ഇവൻ നോക്കിയിരിക്കും കോഴിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകാനായിട്ട്. പക്ഷെ അമ്മ സമ്മതിക്കുമോ? ഇല്ല. അമ്മ എന്ത് ചെയ്യും? അമ്മയുടെ കണ്ണ് 360 ഡിഗ്രിയിലായിരിക്കും. ഏത് സൈഡിൽ നിന്നാണോ പരുന്ത് വരെ നോക്കും, എന്നിട്ട് അവൻ ഓട്ടിക്കും. ഒരിക്കലും അവന്റെ കുഞ്ഞുങ്ങളെ ആർക്കും എന്ത് ചെയ്യില്ല, കൊടുക്കത്തില്ല. സെയിം തിങ്. അതെന്താ? എത്രമാത്രം റിസ്ക് എടുത്താണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ബിക്കോസ് ഹി ഓർ ഷീ നീഡ് ടു സേവ് ദെയർ ചിൽഡ്രൻ. ആ കുട്ടികളെ സേവ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി എന്തും ചെയ്യും. സെയിം തിങ് ഇവിടെ. പ്രയോറിറ്റീസ് കൊടുക്കുക, എനിക്ക് വിജയിക്കണമെന്ന തരത്തിലെ കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇനി എത്ര വലിയ പ്രോബ്ലം ആണെങ്കിൽ പോലും എന്റെ ലക്ഷ്യമാണ്, ഇത് നിറവേറ്റിയേ പറ്റത്തുള്ളൂ. ഇഷ്യൂസ് അല്ല എന്റെ ഫോക്കസ്. എന്റെ സ്റ്റഡീസും എന്റെ വിജയമാണ്. അല്ലെങ്കിൽ എനിക്ക് എന്താണ് എന്റെ മുന്നിലുള്ള ബിസിനസ് ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് എന്റെ ഫോക്കസ്. വേർ ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ്. ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രയോറിറ്റി ഗീവ്സ്. നിങ്ങൾ ഏതിലേക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ മാറ്റം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെറുതെ അയ്യോ എനിക്ക് ഇഷ്യൂ ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കയറി വരാനും പറ്റത്തില്ല. സോ ആ ഒരു കാര്യത്തിൽ ഒന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്യും, മാറ്റം ഉണ്ടാവും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് ആരാ ചോദിച്ചേ? ഫാത്തിമ സംതിങ്. ഓക്കെ, രണ്ടാമത് ക്വസ്റ്റ്യൻ ഒരാളെ ചോദിച്ചിട്ടുള്ളതാണ്. സോ നെഗറ്റീവ് തോട്ട്സ് മാറാൻ എന്താ ചെയ്യുക? ഫ്രം ദ ബിഗിനിങ് മുതൽ ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. ഒരൊറ്റ സെന്റൻസ് പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾക്ക്. എന്തുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് വരുന്നു വെച്ചാൽ, നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നെഗറ്റീവ്സ് വരുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഉള്ളതിനെ കുറിച്ച് ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, സന്തോഷിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരില്ല, അല്ലേ? അപ്പുറത്തെ വീട്ടിൽ അവന് ഗ്രേറ്റ്ഫുൾ.
ഇന്നലെ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് ക്യാബ് അടിക്കേണ്ടി വന്നു. ഓക്കെ, ക്യാബ് എടുത്ത് പുള്ളി ചോദിച്ചു എന്ത് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു അഡ്വൈസ്, വിഷ്ണു, മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ അവരുള്ളതില് അവര് എത്രമാത്രം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഉള്ളതിനെ കുറിച്ച് അവർ അവെയർ അല്ല, ബട്ട് ഇല്ലാത്തതിനെ കുറിച്ച് അവർ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇല്ലാത്തത് എന്താണോ അതിനെക്കുറിച്ച് ഓർത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്, വെപ്രാളം ഉണ്ടാവുന്നത്, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുന്നത്, സങ്കടം ഉണ്ടാവുന്നത്, ആങ്സൈറ്റി ഉണ്ടാവുന്നത്, അസൂയ ഉണ്ടാവുന്നേ അല്ലെ? ഈ ഈ വൈബ്, ഇതിപ്പോ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മള് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് 17 ലെയേഴ്സ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ്സിൽ നോക്കുമ്പോൾ ഏറ്റവും ലോവർ പാർട്ടിലുള്ള സംഭവമാണ് ഈ അസൂയ, കുശുമ്പ്, ദുഃഖം, സങ്കടം, ഇതൊക്കെ. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്താ? സെയിം തിങ്. ഒരു പുതിയ വീഡിയോ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലാണ്. ആക്ച്വലി ഈ കൊതുകുണ്ടല്ലോ, കൊതുക്. ഈ കൊതുകാണെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും ഒരു ഫാമിലി കൊതുകാണ് കേട്ടോ. അച്ഛൻ, അമ്മ, 2 മക്കൾ. അപ്പൊ ഒരു ദിവസം അച്ഛൻ എന്ത് ചെയ്തു, മകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ പുറത്തു പോയി കുറച്ച് എന്താണ് ബ്ലഡ് ഒക്കെ കുടിച്ചിട്ട് വാ. ഓക്കെ, ഒറ്റയ്ക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെയാണ്. അപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ പുള്ളിക്കാരൻ തിരിച്ചു വന്നു. ഏതാ? ആ മകനായ കൊതുക്. എന്നിട്ട് ഈ അച്ഛൻ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ജേണി? അപ്പൊ കൊതുക് പറയും, ഈ മകൻ കൊതുക് പറയും, ഓ, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇതെന്താ, കൊതുക് തേൻ കുടിക്കാൻ, സോറി, ബ്ലഡ് കുടിക്കാനായിട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ, അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതല്ല. എന്താ ചെയ്തേ? അടിച്ചു കൊല്ലാൻ. യെസ്. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, പുറമെ ഇപ്പൊ നീ നോക്കുമ്പോ നമ്മള് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി വളരെ സന്തോഷത്തോടെ ഒരു നല്ലൊരു മൂമെന്റ് നമ്മൾ സൃഷ്ടിച്ചു. ആ സമയത്ത് നമ്മൾ എല്ലാ ആൾക്കാരോടെയും പറയും, അളി എനിക്ക് അങ്ങനെ കിട്ടി, എടി എനിക്ക് ഇങ്ങനെ കിട്ടി, ചേച്ചി അങ്ങനെ കിട്ടി, ആന്റി ഇങ്ങനെ കിട്ടി, ഇത് ഞാൻ ഇങ്ങനെ ആയി, ഇതായി. അപ്പൊ എല്ലാ ആൾക്കാരും കൈയടിക്കും. എന്തിനാ? കൺഗ്രാജുലേഷൻസ്. പക്ഷെ എല്ലാ ആൾക്കാരുടെയും കൈയടി എന്തിനല്ല? നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ ആശംസകൾ അറിയിക്കാനും വേണ്ടിയിട്ടല്ല. എന്ത് ഇതും കൂടെ ഉണ്ട് അതിന്റെ പിന്നിൽ. കൊതുകിനെ നമ്മള് കൈയടിച്ച് കൊല്ലുന്നത് പോലെ തന്നെ. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടോ? സോ കെയർഫുൾ. എങ്ങനത്തെ കെയർഫുൾ ആണ് ഞാൻ പറയണേ? നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ സക്സസിനും നമ്മുടെ വിജയത്തിനും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ സന്തോഷത്തിനും വേണ്ടിയുള്ള ആൾക്കാർ മാത്രമല്ല ചുറ്റുമുള്ളത്. അങ്ങനെ നമുക്ക് തോന്നും. ആരെ പോലെ? ഈ ആൺകൊതുക്. അതെ, കൊതുക് രക്തം കുടിക്കാൻ പോയപ്പോ നമ്മൾ അതിനെ അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോ, പക്ഷെ ആ കൊതുക് വിചാരിച്ചു എന്താ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സെയിം തിങ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അതുപോലെയാ. Hope you understand what I'm saying. Yeah? Yeah. So അപ്പോ എന്താണോ ഇല്ലാത്ത അതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കൂ. നിങ്ങൾക്ക് ധാരാളമായിട്ട് വീണ്ടും വീണ്ടും നല്ല നല്ല നിമിഷങ്ങൾ വരത്തുള്ളൂ. നമ്മൾ ഓരോ വേർഡ്സിനും അതിന് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ എപ്പോഴൊക്കെ അട്രാക്ടിങ് ലവ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഓൾവേസ്, ഞാൻ എപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നില്ല, ആ തരത്തിലുള്ള വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നത്തിങ് ചേഞ്ചസ് ഇൻ ലൈഫ്, ബട്ട് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കത്തുള്ളൂ. ദ മെയിൻ തിങ്, നിങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിലോ, തമ്പുരാനെ എനിക്ക് ഇന്ന് ഇപ്പൊ ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ, താങ്ക് യു സോ മച്ച്, ഞാൻ I'm grateful for that. സോ റീസെന്റ് വേറൊരു വയസ്സായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, വിഷ്ണു, എത്ര രൂപ നിന്റെ അക്കൗണ്ടിലുണ്ട് ബാങ്ക് ബാലൻസ്? ഞാൻ പറഞ്ഞു, ഇത്ര രൂപയുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്.
തിരിച്ച് ഞാൻ ചോദിച്ചു, സാർ സാറിന്റെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? അത് പറയും. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം എത്ര പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വേണ്ടത്ര ഉണ്ടെന്ന്. എനിക്ക് വേണ്ടത്ര ഉണ്ടെന്ന്. യെസ്, ഐ ഹാവ് ഇനഫ്. അതിനകത്ത് അർത്ഥം എന്താ? എനിക്ക് വേണ്ടതത്ര ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം, 1 മില്യൺ, മൾട്ടി മില്യണർ. മണി മാസ്റ്ററി പഠിച്ച ആൾക്കാർക്ക്, ദ പാർട്ട് 2 മണി മാസ്റ്ററി പഠിച്ച ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് മനസ്സിലായിട്ടുണ്ടാവും. It's not about what cash in your account or what cash in your hand. അതല്ല നമ്മുടെ സക്സസ് നിർണ്ണയിക്കുന്നത്, അതല്ല നമ്മുടെ സന്തോഷം നിർണ്ണയിക്കുന്നത്. വാട്ട് യു ഹാവ് റൈറ്റ് നൗ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, അതാണ് നിങ്ങൾ സന്തോഷം നിർണ്ണയിക്കുന്നതും, അവിടെയാണ് നിങ്ങൾ റിച്ച്നെസ് കാണിക്കുന്നത്. ഈസ് ഇറ്റ്? ശരിയാണോ അല്ലേ? പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ നിമിഷത്തിന്റെ വാല്യൂ മനസ്സിലാക്കാതെ, ഈ നിമിഷത്തിന്റെ സന്തോഷം മനസ്സിലാക്കാതെ എവിടെയൊക്കെ ഓടി ഒളിക്കുന്നുണ്ട്, ആരെയൊക്കെ ഓടി തോപ്പിക്കുന്നുണ്ട്. ആക്ച്വലി ആരാണ് ഓടി തോൽക്കുന്നത്? ഫൈനലി നമ്മൾ ഓടി തളർന്ന് നോക്കുമ്പോ അവസാനം ഒന്നും ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. റീസെന്റ് ഞങ്ങളുടെ റീലാണ് കേട്ടോ, ഇറ്റ്സ് അമേസിങ്. ആക്ച്വലി അവനും അവന്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഒരു പാർക്കിൽ ഇരുന്ന സമയത്ത് ഗേൾ ഫ്രണ്ട് ചോദിക്കും, ക്യാൻ വി ടേക്ക് എ സെൽഫി, നമുക്കൊരു സെൽഫി എടുത്താലോ? ഇനി നിന്റെ ഫോൺ നിറച്ച് നമ്മൾ തമ്മിലുള്ള സെൽഫീസ് അല്ലേ ഉള്ളൂ, ഇനിയും സെൽഫി എടുക്കണം. എന്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ എണീറ്റു, പാർക്കിൽ എണീറ്റ് എന്നിട്ട് എങ്ങോട്ട് പോന്നീ? അപ്പുറത്ത് ഷൂട്ട് കിടക്കുന്നുണ്ട്, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നടനാണ് അവിടെ നിൽക്കുന്നത്, സോ എനിക്ക് പോയി ഒരു സെൽഫി എടുത്ത് ഞാൻ തിരിച്ചു വരാന്ന് പറയും. അങ്ങനെ അവൻ സെൽഫി എടുക്കാനായിട്ട് പോകും. സെൽഫി എടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നടനാണല്ലോ, സോ ഓൾവേസ് അവൻ ബിസി ആയിരിക്കും നടൻ. ബട്ട് ഒരു സ്ട്രേഞ്ചർ ആണ്, നമുക്ക് പുള്ളിക്കാരൻ നമ്മളറിയില്ല, പക്ഷെ നമുക്കറിയാം. എന്നാലും ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തില് അവിടെ നിന്ന് കുറെ നേരം വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടം ഉണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഫോട്ടോ എടുത്തു. ബട്ട് ആക്ച്വലി ഒരു സ്ട്രേഞ്ചറിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോ എനിക്ക് എന്താണ് കിട്ടുന്നത്? ഒന്നും തന്നെ കിട്ടുന്നില്ല. ബട്ട് എന്റെ ഗേൾ ഫ്രണ്ടിനോടൊപ്പമുള്ള നല്ല മൊമെന്റ്സ് ഞാൻ മറന്നുപോയി. എന്റെ ഗേൾ ഫ്രണ്ടിനോടൊപ്പം നല്ല നല്ല മൊമെന്റ്സുമായിട്ട് പങ്കുവയ്ക്കാണ്ട് ഞാൻ വിട്ടുകളഞ്ഞു. ആർക്കോ വേണ്ടി. നമ്മളെ പ്രസന്റ് മൊമെന്റിനെ മറന്നുകൊണ്ട്, ഈ നിമിഷത്തെ മറന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൂടാ എന്തിലേക്കാണ് പോകുന്നത്, എന്ത് നേടിയെടുക്കാനോ പോകുന്ന അറിയില്ല. ബട്ട് ഇതും എന്റെ ലൈഫ് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നു. ഓൾവേസ് എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പം ഉള്ളതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇന്നുള്ളത് എന്താണോ അതിന്റെ എത്ര ഇരട്ടി വേണോ നിങ്ങൾക്ക് ഫ്യൂച്ചർ നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടും, അത് ഉറപ്പാ. ബട്ട് ഈ നിമിഷം മറന്നുകൊണ്ട് നമ്മൾ ഓടിയാലോ, നോ യൂസ്. സോ ഹോപ്പ്ഫുള്ളി അണ്ടർസ്റ്റാൻഡ്, നെഗറ്റീവ് തോട്ട്സ് മാറാൻ എന്താ ചെയ്യണ്ടേ? പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാതെ, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആങ്സൈറ്റി ആവാതെ, ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഇന്ന് കഞ്ഞിയെ കുടിച്ചോളൂ, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇന്ന് പല രാജ്യങ്ങളിലും യുദ്ധം ചെയ്ത് ഫുഡ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദൈവമേ, കഞ്ഞിയെങ്കിലും ഉണ്ടല്ലോ. സോ പ്ലീസ്, ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. എനിക്ക് വേഗം ജോലി കിട്ടാൻ എന്ത് ചെയ്യണം? ഞാൻ പല ടെക്നിക്സും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സജ്ജന മ്യൂട്ട് മാറ്റാവോ? സോ മ്യൂട്ട് മാറ്റിയാൽ എനിക്ക് അതിൽ ക്വസ്റ്റ്യൻസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ജോലി ചെയ്തിട്ടുണ്ടോ? ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2.5 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. പുറത്ത് ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്, ഒരിടത്തും ശരിയാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഈ പറച്ചിൽ നിർത്തുക, പറയുന്ന മുന്നേ ഇതിന്റെ ചിന്തയെ നിർത്തുക.
2.5 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു, ജോലി കിട്ടുന്നില്ല. അതാണ് ഫസ്റ്റ് മാറ്റം. രണ്ടാമത്തെ കാര്യം മാറ്റേണ്ടത്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ജോലിയെ കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ആ ജോലിയിൽ ഞാൻ ഉള്ള അങ്ങനെ സ്ട്രഗിൾസിനെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തതായിരുന്നില്ല. ആയിരുന്നില്ല. ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം വരുമായിരുന്നോ? ചിലയിടത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. ശമ്പളം പ്രശ്നം ഉണ്ടെങ്കിലും വന്നിട്ടുണ്ടോ? പെൻഡിങ് ഉണ്ടോ എവിടെയെങ്കിലും? വന്നിട്ടുണ്ട്, പക്ഷെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ആ, ഞാൻ എന്താ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത്? ഉള്ളതിൽ നമ്മളെ മാഡത്തിന് ഒരു 5,000 രൂപ മാസ ശമ്പളം കിട്ടിയെന്ന് വെച്ചോളൂ. ആ, 2,500 ശമ്പളം വാങ്ങുന്ന ആൾക്കാരില്ലേ? അപ്പൊ അവരെക്കാരും മികച്ചത് ആരായിരുന്നു? സജന ആയിരുന്നു, അല്ലയോ? പക്ഷെ എന്താ ചെയ്തേ? ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പോട്ടെ, ഈ 5,000 മാസം കിട്ടി 5,000 മാഡം ആർക്കെങ്കിലും ദാനം ചെയ്തതാണോ അതോ വീട്ടിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു? ഞാൻ എന്റെ കാര്യത്തിന് ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് അതേ ജോലിയെ കുറ്റം പറയുന്നു, അതേ ശമ്പളത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. സോ തമ്പുരാൻ നമ്മളെ വീണ്ടും ഉയർത്തോ? ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഒരു വചനമുണ്ട്. എന്താ പറയുന്നത്? ഉള്ളവന് ധാരാളമായി കൊടുക്കുകയും ഇല്ലാത്തവന്റെ ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവന് കൊടുക്കുമെന്ന്. എത്ര സത്യമായ വാക്കുകളാണ് സച്ചിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോ, അല്ലേ? സോ നമുക്ക് ഇനിയും തിരിച്ചു പിടിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ യൂസ് ചെയ്യൂ പ്ലീസ്. ആക്കൊക്കെ ഡെയിലി രാവിലെ കേൾക്കുന്നുണ്ട്. പറഞ്ഞോട്ടെ. ഓപ്പനോമോ കേക്ക് മാത്രമല്ല, പറയണം, നാക്ക് ചലിപ്പിച്ച് പറയണം, അധ്വാനിക്ക്. സോ അപ്പൊ എന്ത് ചെയ്യണം? ഓപ്പനോ പറയണം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നില്ല, എനിക്ക് ഇത്രയും വർഷമായിട്ട് ജോലി കിട്ടുന്നില്ല, ജോലിക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ന്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. 2.5 വർഷം, ദാറ്റ്സ് ഗുഡ്. അപ്പൊ ന്യൂ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് വീണ്ടും കമ്പനികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ കമ്പനികൾ അപ്ലൈ ചെയ്യണോടൊപ്പം പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ഒരിക്കലും അളക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കമ്പനിയിൽ നോട്ടീസ് വെച്ചു, വിച്ച് മീൻസ് ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തു. കഴിഞ്ഞ മാസം കൊടുത്തു, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ദിവസം എല്ലാം കൊടുത്തു. ഒന്നും കിട്ടില്ല, റിസൾട്ട് ഒന്നുമില്ല. ഇനി ഇത് കൊടുക്കുമ്പോൾ ഇത് തന്നെ അവസ്ഥ എന്ന തോട്ടോട് കൂടി വേണം കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഇത് തന്നെ അവസ്ഥ ഉണ്ടാവും, മാറ്റം ഉണ്ടാവില്ല ലൈഫിൽ. അപ്പൊ ആ തോട്ട് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ശ്രദ്ധിക്കും. ആ തോട്ട് ഇപ്പൊ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ഞാനത് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് കിട്ടിയെന്ന് ഇങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ ഇതിൽ നിൽക്കുക, ഇങ്ങനെ ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ ശരിക്കും. അപ്പോ അതങ്ങനെ ചെയ്യുന്നോണ്ട് ഗുണമുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ഗുണമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാതെ വെറുതെ വിചാരിച്ചിരിക്കാനല്ലോ. എന്റെ ലൈഫിൽ അത് കൊള്ളാം. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും. അപ്ലൈ ചെയ്തു, പിന്നെ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു. അതിന്റെ കൂടെ ഇനി എന്തൊക്കെ എക്സ്ട്രാ ചെയ്യണം അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ പിന്നെ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, ഷോർട്ട് ലിസ്റ്റിലൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോഴേ അത് കിട്ടിയെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. മാഡം, ഇപ്പം നിങ്ങള് ഇതിന് വേണ്ടിട്ട് എപ്പോഴൊക്കെ ചിന്തിക്കുന്നു? എനിക്ക് ജോലി കിട്ടിയ ഫീലിങ്സ്, ഇമോഷൻസോട് കൂടി എപ്പോഴൊക്കെ ചിന്തിക്കുന്നു? ഞാൻ ഇപ്പൊ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം മുതലാ ഇങ്ങനെ സമയക്രമം ഒന്ന് പറയും. സമയക്രമമൊന്നുമില്ല, എപ്പോഴും തോന്നുമ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കും. തോന്നുമ്പോഴൊക്കെ പറയും. ഏറ്റവും കൂടുതൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ മനസ്സിൽ കൊടുക്കുന്ന ഫീലിങ്സ്, ഇമോഷൻസും ജോലി കിട്ടിയ ഒരാളെ പോലെയാണോ അതോ ഇനി കിട്ടോ ഇല്ലെന്ന്? അത് അത്ര അങ്ങോട്ട് വരുന്നില്ല സാർ, പക്ഷേ കുറച്ചൊരു ആൻസിറ്റി ഉണ്ട്, ടെൻഷൻ ചെറുതായിട്ട്, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. സോ അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പ്രാക്ടീസ് ചെയ്യേണ്ട വേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കി വിഷ്വലൈസേഷൻ ചെയ്യാം. പോസിറ്റീവ് ആയിട്ടുള്ള വൺ സെന്റൻസ് ബേസ് ചെയ്തുള്ള നിങ്ങൾക്ക് അഫർമേഷൻസ് തയ്യാറാക്കാം. ഒരുപാട് ടെക്നിക്സ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് യൂസ് ചെയ്യും. 369 ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ മാറ്റാതെ, പ്രീവിയസ് ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ചിന്തകൾ മാറ്റാതെ
പുതിയ ഫീലിങ്സ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യില്ല. വീണ്ടും ആ പഴയ ഫീലിങ്സ് ഇമോഷൻസ് തന്നെ നിന്നാൽ ജോലി കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ അത്രമാത്രം വിഷ്വലൈസേഷൻസ് പവർ കൊടുക്കുക, ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കുക. ആ ജോലി ഓക്കെ. കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ ജോലിക്ക് പോകും, അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അതോ ജോലി ആ അതെ. കിട്ടിയ തരം ആ ജോലി ആ കിട്ടിയിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി ജോലി ചെയ്യുന്നത്, അവിടെ ഇരുന്ന് എല്ലാവരോടും മിണ്ടുന്നത്, ഞാൻ ആ പൈസ കിട്ടിയിട്ട് ജോലി കിട്ടി, ഞാൻ അത് അതില് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഫീലിങ്സ് ഇമോഷൻസ് കൊടുത്ത് ചെയ്യും. ഹാപ്പി ഓക്കെ, ആകുന്നു. അതൊക്കെ. കുറച്ചുകൂടെ പിന്നെ ഫീലിങ്സ് ഞാൻ ഡെയിലി ഇമോഷൻസ് സാറിന്റെ ആ ഹോപ്പോണോപ്പോണ ഡെയിലി കേൾക്കുന്നു. ഇപ്പൊ കേൾക്കുക മാത്രമല്ല സാറിന്റെ. പറയണം. ഓക്കെ. ഓക്കെ. സോ അടുത്ത ഐഫോൺ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് ഒരു ക്വസ്റ്റ്യൻ തോന്നിയതാണ്. വെറും 700 കോടി കിട്ടാൻ എന്ത് ചെയ്യണം? വെറും 700 കോടി കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് കാര്യമുള്ളൂ. 700 കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലൈക്ക് ലോട്ടറി എടുക്കാൻ ആ പരിപാടി നടക്കില്ലല്ലോ. സോ അപ്പോൾ നല്ലൊരു ബാങ്കിനെ പോയി കാണുക, എന്നിട്ട് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 700 കോടി ഒരു ലോണൊക്കെ കിട്ടും. സോ അതുവഴി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു വഴിയാണ്. 700 കോടി എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും മേ ബി. ദാറ്റ്സ് ഗുഡ്. ലോണ് ഒന്ന് നോക്കും. സാർ പ്രീവിയസ് ക്വസ്റ്റ്യൻ സാർ പറഞ്ഞില്ലേ ഹോപ്നോപ്നോ ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ജോലിക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? അതായത് ഐ എം സോറി ബിക്കോസ് എന്താ ചെയ്തേ? പ്രീവിയസ് ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അതിന് ഞാൻ സോറി പറയാ. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഞാൻ എന്താണ് ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഞാൻ നന്നായി സ്നേഹിച്ചു, അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നു. പുതിയ ജോലി കിട്ടും, ഞാൻ നന്നായി സ്നേഹിക്കും. ഏത് തരത്തിലാണ് അത്? താങ്ക് യു. എന്ത് ചെയ്തു? ശമ്പളം കിട്ടി, പുതിയ എക്സ്പീരിയൻസസ് കിട്ടി, ഒരുപാട് കൊളീഗ്സിന് അവിടെ നിന്ന് കിട്ടി നമുക്ക്. ബട്ട് ഇതൊന്നും നമ്മൾ റിയലൈസ് ചെയ്യാതെയാണല്ലോ നമ്മൾ, അല്ലെ? എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇല്ലായ്മ, ഈ ജോലി കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു സംഭവം സംഭവിച്ചു നമ്മുടെ ഇതില്, അതിനെ ഓർത്ത് നമ്മൾ വീണ്ടും വീണ്ടും റിഗ്രറ്റ് ചെയ്തോണ്ടിരിക്കും. ഹ്യൂമൻസ് ആണ്, റൈറ്റ്? ഹ്യൂമൻസ് ആണെങ്കിൽ എറർ സംഭവിക്കും. നമ്മൾ ആരും പൂർണ്ണരല്ല. വില കാണത്തില്ല. അതെ, വില കാണത്തില്ല. വീണ്ടും വീണ്ടും നമ്മൾ ഇപ്പം നമുക്ക് മാരുതിയുടെ കാറുണ്ട്, നമ്മൾ എപ്പോഴും കണ്ണ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? BM-ലായിരിക്കും പോകുന്നത്. അല്ല, BM ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകണം റേഞ്ച് റോവറിലായിരിക്കും നമുക്ക് പോകണം. സി ഓൾവേസ് അപ്ഗ്രേഡ്. ദാറ്റ്സ് ഗുഡ് തിങ്. ബട്ട് നമുക്ക് ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ ഓൾവേസ് ലുക്കിംഗ് ഹയറിൽ നോക്കിക്കൊണ്ടിരുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എടോ ഇവന് ഇത് ഉള്ളതിൽ ഇവൻ സാറ്റിസ്ഫൈഡ് അല്ല, പിന്നെ ഇവന് ബെറ്റർ ആയിട്ടുള്ള കാര്യം കൊടുത്ത് ഇവ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവും? ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവർക്കൊരു സൈക്കിൾ ഉള്ളൂ എങ്കിൽ ഒരു പൊന്നു പോലും നോക്കുക സൈക്കിളിന്. എന്നുവെച്ചാൽ ബൈക്ക് ഉണ്ട്, ബൈക്ക് പൊന്നുമല്ലോ നോക്കും. ഈ ബൈക്കിനെ നോക്കാതെ കാറിനെ നോക്കി നടന്നാല് മാറ്റം ഉണ്ടാവില്ല. ഞാൻ വാട്ടർ ടെക്നിക്ക് ചെയ്യുന്നത് തിളപ്പിച്ചാറ്റിയ പ്ലെയിൻ വാട്ടർ ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, കുഴപ്പമില്ല. ബട്ട് ഫ്രഷ് വാട്ടർ ആണ് കുറച്ചുകൂടെ ബെറ്റർ. കുഴപ്പമില്ല, ചെയ്യാം. ചൂടുവെള്ളത്തിൽ ചെയ്യാം, ചൂടുവെള്ളം തണുത്തത് ചെയ്യാം. ദേഷ്യം കുറയ്ക്കാൻ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എങ്ങനെയുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യണം? സോ ദേഷ്യം കുറയ്ക്കാനായിട്ട് എന്താ? ദേഷ്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ദേഷ്യത്തിന്റെ ഓപ്പോസിറ്റ് സന്തോഷം, സ്നേഹം. അപ്പൊ ആ വാക്കുകൾ യൂസ് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. എന്റെ മുഖത്ത് നോക്കിയാൽ ഓപ്പോസിറ്റേക്ക് നാളും സന്തോഷിക്കുന്നു. ദേഷ്യമുള്ള ഒരാളുടെ മുഖത്ത് നോക്കി സന്തോഷിക്കാൻ പറ്റുമോ? ഇവ എന്താണ് എപ്പോഴും ഇങ്ങനെ പല്ല് കടിച്ചോണ്ടിരിക്കുന്നത്? ചിരിച്ചുകൊണ്ടുള്ള മുഖത്താണെങ്കിലോ ഓപ്പോസിറ്റ് ആളും ചിരിക്കും. ഏത് സ്ട്രേഞ്ചറിനെ നിങ്ങൾ കാണണ്ടേലും ഒന്ന് വെറുതെ ഒന്ന് ചിരിച്ചു നോക്കിയേ, ഓപ്പോസിറ്റ് നാളും ചിരിക്കും. പക്ഷെ നിങ്ങൾ ദേഷ്യത്തോടെ പോണെങ്കില്, ഞാൻ എന്ത് ചെയ്ത് പിന്നെ ദേഷ്യത്ത് നോക്കാൻ? ഞാൻ എന്ത് ചെയ്തു? ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ചിരിയാകാം, ഒരു രാവിലത്തെ ഒരു വ്യക്തിയോട് ചിരിക്കുന്ന ചിരിയാകാം അന്നത്തെ ആ ഹോൾ ഡേക്ക് ആ വ്യക്തിയിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ആ ചിരിയും സന്തോഷവും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി സ്ഥലത്തേക്ക് നടന്നു പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഓപ്പോസിറ്റ് പോകുമ്പോൾ നിങ്ങളൊന്ന് ചിരിച്ചു കാണിക്കുന്നത്. എന്നെ നോക്കി ആൾക്കാർ ചിരിക്കുവോ? അവൻ തന്നെ കിളിപോയ അവസ്ഥയിലേക്ക്. നാളെ ആകുമ്പോൾ നാളെ ചിരിക്കും, മറ്റന്നാൾ കണ്ടോ? ഇങ്ങനെയാ. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ അത്
ഫോക്കസ് ചെയ്യുക. ദേഷ്യമല്ല നമുക്ക് വേണ്ടേ, സന്തോഷവും സമാധാനവും സ്നേഹമാണ് വേണ്ടേ. അപ്പൊ അത് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ: യൂണിവേഴ്സിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ പൂർണ്ണമായി സറണ്ടർ ചെയ്യാൻ എന്ത് ചെയ്യണം? ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ലതെന്ന ചിന്തയിലേക്ക് എത്താൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഇതിപ്പോ ചോദിച്ചിരിക്കുന്ന നമ്മുടെ ഒരു സഹോദരനാണ്. പൂർണ്ണമായും സറണ്ടർ ചെയ്യാൻ എന്ത് ചെയ്യണം? ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് എന്ന ചിന്തയിലേക്ക് എത്താൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ ഒരു സെന്റൻസിൽ ആൻസർ പൂർത്തീകരിക്കാം. അമ്മ, അച്ഛൻ, സഹോദരൻ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, സഹോദരി, ഫ്രണ്ട്സ്, ഇവരൊക്കെ എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉള്ള ആൾക്കാരാണ്. ഇവർക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് അവർ ലവിങ് മദർ യൂണിവേഴ്സ്, അതിനെ സ്ലാഷ് ഇട്ട് ദൈവം എന്നോ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് സൂചിപ്പിക്കാം, എന്ന് പറയുന്നത് നമ്മൾ അൺകണ്ടീഷണലി സ്നേഹിക്കുന്ന ആളാണ്. അൺകണ്ടീഷണലി ഒരാളെയും വേർതിരിവില്ലാതെ സ്നേഹിക്കുന്ന നമ്മളെ മദർ യൂണിവേഴ്സാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നീട് മനസ്സിലാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ ഈ മദർ യൂണിവേഴ്സ്, ലവിങ് മദർ യൂണിവേഴ്സ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ബട്ട് അവിടെ മോശം സംഭവിക്കാൻ കാരണം നീ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം നമ്മൾ മേടിച്ച് പറ്റത്തുള്ളൂ. അപ്പൊ ഈവിൾ എന്ന് പറയുന്നത്, ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ടത്തി എന്ന് പറയുന്നത് പുറത്തല്ല, നമ്മുടെ അകത്ത് തന്നെ. ദൈവവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അതുപോലെ തന്നെ ഈവിൾ എന്ന സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈവിൾ എന്ന ക്യാരക്ടർ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ, ഈവിൾ എന്ന ക്യാരക്ടറിൽ നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ, ഈവിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം നിങ്ങളിലേക്ക് വന്നോളൂ. ഇനി അങ്ങനല്ല, ഗോഡിന്റെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ടേക്ക് കെയർ ചെയ്ത് അഭിനയിക്കുകയാണെങ്കിൽ, അത് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് അത് ശാശ്വതമായിട്ട് നമ്മളിലേക്ക് നിൽക്കാത്തത്. ചില സമയം മുമ്പ് കേട്ടിട്ട് അയ്യോ ഇത് എനിക്ക് എന്താ ഇത് നിലനിൽക്കാതെ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. ആക്ച്വലി നിങ്ങൾ എപ്പോഴും ഒരു അതെന്താ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് ഒരു പൂവാണ്, പക്ഷെ തമ്പുരാൻ എനിക്കൊരു പൂന്തോട്ടാണ് ഒരുക്കി വെച്ചിരുന്നത്. അല്ലേ? നിങ്ങൾ ഓൾവേസ് കണ്ടിട്ടുള്ള സംഭവം. സെയിം തിങ്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത്, ഇപ്പം ഞാൻ ഒരു മനുഷ്യനാണ്, ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണന്റെ വാക്കുകൾ യൂസ് ചെയ്യുന്ന ഭഗവത്ഗീത ഒക്കെ വായിക്കുന്ന ആളാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാ ശ്രീകൃഷ്ണൻ ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളത്? All for the good. പറയൂ, ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏത് ചാപ്റ്ററിലാ? കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുക. നടന്നത് നല്ലതിന്, നടന്നതെല്ലാം നടക്കാൻ പോകുന്നത് നല്ലതിന്, നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, അല്ലെ? നല്ലത്. സംഭവിച്ചത് നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്. സംഭവിക്കാനിരിക്കും. യെസ്. സോ അപ്പോ അദ്ദേഹം പറഞ്ഞ ക്വസ്റ്റ്യന്റെ ബാക്കി, കാരണം ഒന്നിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല, വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തകൾ വന്ന് ആകെ തളർന്നു. ഇനി എന്ത്? ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് വേണ്ടത് തന്നെയാണോ? ഇനി എന്താ സംഭവിക്കുക എന്നൊക്കെയാണ് എപ്പോഴും ചിന്ത. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച അതേ റിലേറ്റബിൾ ആയൊരു ക്വസ്റ്റ്യൻ. വൈ ഷുഡ് വെറി അബൌട്ട് അവർ ഫ്യൂച്ചർ? നമ്മൾ എന്തുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് വെറീഡ് ആവണം എന്തിനാണ്? ആങ്സൈറ്റി ആവണം എന്തിനാണ്? ഇപ്പൊ സമയം എത്രയേ? 8:40. 8:40 കഴിഞ്ഞാൽ 8:41 ആവുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സെഷനിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിരിക്കൂ. ദാറ്റ്സ് ഇറ്റ്. അത്രേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫിൽ നമ്മുടെ ഈ ഒരു മനുഷ്യജന്മത്തിൽ സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. മനുഷ്യജന്മം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതും പൂർണ്ണനായിട്ട് ജനിച്ചതിൽ വളരെയധികം അനുഗ്രഹീതനാണ്. അപ്പൊ എന്താ സംഭവം? പലപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടാവും, അയ്യോ ഞാൻ അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ്, അത് ഇത് ചപ്പ് ചവറ്
എല്ലാം ചെയ്തിട്ട് എന്റെ ലൈഫിൽ എന്തുകൊണ്ട് മാറ്റം ഉണ്ടാവുന്നില്ല? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട്, റിസൾട്ട്, ആഫ്റ്റർ എഫക്റ്റ്, അത് ഇന്ന് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയതല്ല. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസങ്ങളിൽ ചിന്തിച്ചു കൂട്ടിയതിന്റെ റിസൾട്ടാണ് ഇന്ന് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ല ഷുഗർ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇന്നലകളിൽ നിങ്ങളെ കഴിച്ച ഫുഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് ഷുഗർ ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കുന്നത്. ശരിയല്ലേ? ഇന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ ഷുഗർ, അയ്യോ എനിക്ക് ഷുഗറാണ്, അല്ല. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ആയിക്കോട്ടെ, പോലീസ് കേസ്, വിച്ച് മീൻസ് പോലീസ് കേസ് സംതിങ് എന്തോ ആയിക്കോട്ടെ, അത് ഇന്നലെ സംഭവിച്ചത് തന്നെ എന്തോ ആണ് ഇന്ന് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 8:40 സംഭവിച്ച എന്തോ സംഭവമാണ് 8:42 അത് കേസായിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ നിമിഷത്തില് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആങ്സൈറ്റി ആയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈക്ക് ആങ്സൈറ്റി മോഡലിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മുന്നിലുണ്ടാവുന്നത്. നത്തിങ് ചേഞ്ചസ്. സോ ചോദിച്ച ആളോട് ഞാൻ പറയുന്നു, ഒന്നിനെ കുറിച്ച് വെറീഡ് ആവണ്ട. ജസ്റ്റ് സറണ്ടർ മീൻസ് ഇപ്പൊ ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, സന്തോഷിക്കുക, തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, അത്രയും മതി. അടുത്തത്, 24 മണിക്കൂറും പോസിറ്റീവായിട്ട് ഇരുന്നാലല്ലേ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുള്ളൂ? ഇല്ല, അങ്ങനല്ല. എങ്കിൽ ഈ ലോകത്ത് ഒരാൾക്കും മാനിഫെസ്റ്റേഷൻ സംഭവിക്കില്ല. ബിക്കോസ് ഒരു മനുഷ്യനും, ഞാൻ പറയണത് 17 ലെയേഴ്സ് ഓഫ് 17 ലെയേഴ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിലെ ആ 17 നിൽക്കുന്ന ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളൊക്കെ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നോർമലി 24 അവേഴ്സിനുള്ള ഒരു വ്യക്തിക്ക് വരുന്ന ചിന്തകൾ എത്രയാ? 70,000-ഓളം ചിന്തകളാണ് വരുന്നത്. അപ്പൊ 70,000-ഓളം ചിന്തകളില് മോസ്റ്റ് ഓഫ് ദ ചിന്ത എന്താ? നെഗറ്റീവ് ചിന്തകൾ. കാര്യം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്ന സംഭവമുള്ള ഫിയർ, അതാണ് മനുഷ്യനെ വീണ്ടും വീണ്ടും പ്രോബ്ലത്തിലേക്ക് കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫിയർ മാറിയാൽ മാത്രമേ സക്സസ് കിട്ടുള്ളൂ. ഞാൻ പറയണത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ വീണ്ടും വീണ്ടും തളർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പേടിയാണ്, ഫിയർ ആണ് നിങ്ങളെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് ഞാൻ വിജയിച്ചില്ലെങ്കിലോ, ഇൻ കേസ് ഞാൻ പണം ഉണ്ടാക്കിയില്ലെങ്കിലോ, ഇൻ കേസ് എനിക്ക് എന്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലെങ്കിലോ, അല്ലേ? ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഭയമാണ്. ആ ഭയം മാറ്റാൻ പറ്റണം നമുക്ക്. അല്ല, പക്ഷെ മെജോറിറ്റി പോസിറ്റീവ് ആയിരിക്കണ്ടേ? കാര്യം 70,000 തോട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാറിന് തന്നെ ഒരു ദിവസം 70,000 തോട്ട്സിൽ ഒരു 60,000 പോസിറ്റീവ് ആണല്ലോ. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. 60,000 ഫോർ എക്സാമ്പിൾ ഇപ്പൊ 45,000 അത്രയും നമ്മള് ചിന്തകൾ വരുന്നുണ്ടെങ്കിലും ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് NLP-യിൽ. ഓർക്കുന്നുണ്ടോ? NLP-യിൽ നമ്മൾ പഠിച്ച ഫിൽറ്ററിങ്ങിലെ കാര്യം എന്താ പഠിച്ചേ? അത് പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് എന്താണ് ആവശ്യം അതിലേക്ക് മാത്രമേ നമ്മൾ ബ്രെയിൻ കൊണ്ടുപോകുള്ളൂ. ബ്രെയിൻ പണിയെടുക്കാൻ തയ്യാറല്ല, അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു സംഭവം എഴുതുന്നു ബുക്കിൽ, ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. പാട്ട് റണ്ണിങ് ആണ്. നമ്മൾ എഴുതുന്നത് എവിടെയാ? ബുക്കിൽ എഴുതിക്കൊണ്ട് അതിലേക്കാ ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനല്ല, പാട്ടിൽ ഏതോ ഒരു ലിറിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ ചെയ്തേ? അപ്പം എഴുതുന്ന കാര്യത്തിൽ ഞാൻ സ്റ്റോപ്പ് വരുത്തും, ആ ലിറിക്സിൽ ഞാൻ ശ്രദ്ധിക്കും. ശരിയല്ലേ? നിങ്ങൾ ഏതിൽ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സെയിം തിങ്. അപ്പൊ ഇത്രത്തോളം ചിന്തകൾ വരുമ്പോൾ എനിക്ക് എത്രയാണ് ചിന്തകൾ, അത്രയും ചിന്തകൾ ഫിൽറ്ററിങ് ഔട്ട് ചെയ്ത് 70,000 ചിന്തകൾ, ഒരു 70,000 ചിന്തകൾ നമ്മൾ ഫോക്കസ് ചെയ്യില്ല. ചിലപ്പോൾ അതിൽ എത്ര ചിന്തകളായിരിക്കും? കൂടിപ്പോയി ഒരു 50 ചിന്തകളിലേക്ക് വരും. 50 ചിന്തകളില് പോസിറ്റീവായിട്ട് ചിന്തകളെ നമ്മൾ കുറച്ചിട്ട് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെ ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയും, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം? ഉള്ളതിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഇല്ലാതെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട. അല്ല, നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. പിന്നെ
എന്താ പറയണ പിന്നെന്താ പറയണ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, പിന്നെ ലവും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ചെയ്യുന്ന ജോലിക്ക് നന്ദി പറയുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. അപ്പം നമ്മളുടെ വൈബ്രേഷൻസ് പോസിറ്റീവ് ആവുമല്ലോ. അപ്പൊ ഒരു ദിവസം മെജോറിറ്റി വൈബ്രേഷൻ പോസിറ്റീവ് ആകുമ്പോഴാണല്ലോ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആവുന്നത്, അല്ലേ? അജി സാർ ഇപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പം നമുക്ക് മനുഷ്യരായതുകൊണ്ട് നമ്മൾ പല പല ആക്ടിവിറ്റിയിലൂടെ പോകുമ്പോൾ പല എനർജി ഫോംസ് സംഭവിക്കും. നമുക്ക് രാവിലെ ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട്, ഉറക്കം എണീറ്റ് ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മൾ അഫോർമേഷൻസ് പറയുക, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന 20 മിനിറ്റ് മുന്നേ നമ്മൾ അഫോർമേഷൻസ് പറയുക. ഇപ്പൊ ഈ അഫോർമേഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ നല്ല എനർജി ആയിരിക്കും, നല്ല പോസിറ്റിവിറ്റി ഉള്ളതായിരിക്കും, നല്ലൊരു അന്തരീക്ഷമായിരിക്കും ആ സമയത്ത് സൃഷ്ടിക്കുന്നത്. പക്ഷെ പ്രോബ്ലം ഇരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞു നമ്മൾ നമ്മളെ ലൈഫിലേക്ക് എൻ്റർ ആകുമ്പോൾ, ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴോ അവിടെ നമുക്ക് എനർജിയിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാ? ഒരു പക്ഷേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് എന്റെ കണ്ണിൽ കണ്ടാൽ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആരെങ്കിലും എന്നോട് സംസാരിച്ചാൽ അവിടെ എന്റെ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്യും. അപ്പൊ വിശ്വാസം ബ്രേക്ക് ആവോ, മാനിഫെസ്റ്റേഷൻ ബ്രേക്ക് ആയി. ചിലപ്പോൾ ആൾക്കാർ നെഗറ്റീവ് എനർജി ആയിരിക്കും. ഡെഫിനറ്റ്ലി. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, യുവർ ട്രൈബ് ഈസ് യുവർ വൈബ്. ഞാൻ എപ്പോഴും അസോസിയേറ്റ് ചെയ്യേണ്ടത് എന്റെ വൈബ്രേഷൻ ഹയറിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുമായിട്ടായിരിക്കണം ഞാൻ എന്ത് ചെയ്യണ്ടേ, അസോസിയേറ്റ് ചെയ്യണ്ടേ. അപ്പോ നിലവിൽ ഞാൻ ഫേസ് ചെയ്യുന്ന എനർജി ലെവൽ ഉണ്ടല്ലോ, എന്താ നെഗറ്റീവ് എനർജീസ്, അതിനെ എനിക്ക് കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. That's we always says that change your tribe and change your vibe. ലക്ഷറി പീപ്പിൾസ്, ഇന്ന് മൾട്ടി മില്യണേഴ്സ്, എനർജി ലെവൽ ഹയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് സമൂഹവുമായിട്ട് കൂടുതൽ ഇൻവോൾവിലേക്ക് വരുന്നില്ല? ഇപ്പൊ ചോദിക്കപ്പോ നരേന്ദ്രമോദി സാർ എന്ന് പറഞ്ഞാൽ എന്താ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ഒരുപാട് ആൾക്കാരുമായി ഇന്ററാക്ട് ചെയ്യുന്നില്ലേ? എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ഓരോ മീറ്റിംഗ്സും ശ്രദ്ധിക്കുക, അദ്ദേഹം സംസാരിക്കുന്ന ഓരോ ആൾക്കാരോട് ശ്രദ്ധിക്കുക. ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും ക്രൗഡിൽ എത്രമാത്രം ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. സി, വേറൊരു കാര്യം പറയാം, ഇതൊക്കെ രഹസ്യങ്ങളാണ്. വേറെ കാര്യം പറഞ്ഞുതരാം. നരേന്ദ്രമോദി സാർ ഒരു സ്ഥലത്ത് പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ വെറുക്കുന്ന ആൾക്കാരാണ്, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആൾക്കാർ. സോ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി എന്താ? നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ? സി, അദ്ദേഹത്തിന്റെ വൈബ് എപ്പോഴും ഓൾവേസ് ഹൈ. പിണറായി സാർ, അവരൊക്കെ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാ, ഹൈ വൈബിൽ നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ ഓരോ ആൾക്കാരും നമ്മൾ നിരീക്ഷിക്കണം, എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെയാണ്. വെറുതെ റീല് കണ്ട് കളയല്ല. അല്ല, ഞാനിപ്പോ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ബുക്ക് വായിച്ചപ്പോഴാ, അപ്പം അതിൽ പറയുന്നത് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഫുൾ ഡേ. അതായത് നമ്മൾ ചട്ടി കലം ചായ, ചായ കുടിക്കുമ്പോൾ ചായ, ചട്ടി കലം, അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും വൈബ്രേഷൻ പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് വാട്ട് വി ഹാവ്, ഐ ആം ഗ്രേറ്റ്ഫുൾ. എക്സാക്ട്ലി. അതാണ് നമുക്ക് വേണ്ട, പക്ഷെ അതാണ് നമുക്ക് കിട്ടാത്തത്. അതുകൊണ്ടാണ് നമ്മള് 70,000 ചിന്തകൾ വരുമ്പോ ആ 70,000 ചിന്തകൾ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഇല്ലാതെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് വരുന്നത്. മീൻസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പം അത് ഭയങ്കര, ഓൾമോസ്റ്റ് ഈ സന്യാസിമാരൊക്കെ തപസ് ചെയ്യുന്ന ആ സ്റ്റേജിലെത്തും. ആക്ച്വലി ഇറ്റ്സ് എ സിമ്പിൾ ലൈക്ക് പിക്കിംഗ് എ പേപ്പർ. പേപ്പറിന് വെയിറ്റ് ഇല്ല, പേപ്പറിന് എടുക്കാണ്ട് അത്ര പോലും ഇല്ല ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ. എന്തിനും ശ്രദ്ധ കൊടുത്താൽ മതി, വാട്ട് വി ഹാവ്. അപ്പൊ ലിവ് ഇൻ ദ പ്രസന്റ് വരും. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്. ഇതെനിക്കുന്നുണ്ടല്ലോ. എക്സാക്ട്ലി. അപ്പൊ ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റിനും അത് ആൻസർ ആണ്. ആക്ച്വലി ആരോ ചോദിച്ചു, ഞാൻ ടെൻഷനാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് വരില്ല. സിമ്പിൾ. ഗുഡ്. യെസ്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. യെസ്, അത് എഴുതണം. സാർ, അതെ, ഞാൻ സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, പോസിറ്റീവ് എനർജി ഉള്ളവരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ നമ്മുടെ ചില സാഹചര്യങ്ങൾ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് അവിടെ നിന്ന് നെഗറ്റീവ് എനർജി കയറില്ലേ? കേട്ടില്ല, ഒന്നുകൂടെ പറയൂ.
നമ്മളെ ഇപ്പൊ നരേന്ദ്രമോദി സാറ് നിൽക്കുമ്പോ സാറിന്റെ ചുറ്റും വൈബുള്ളവരായിരിക്കും നിൽക്കുന്നുണ്ടാവുക, പോസിറ്റീവ് എനർജി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ആളെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാഹചര്യം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മൾ നെഗറ്റീവ് ആൾക്കാരുമായിട്ടായിരിക്കും മിങ്കിളാവണതും കാണുന്നതും, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നതും ഒക്കെ. അപ്പൊ ആ സാഹചര്യം എങ്ങനെയാ മാറ്റിയെടുക്കാൻ പറ്റുക? മാഡം, എന്റെ ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ ഈ 4:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2-3 ദിവസമായിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ അറ്റൻഡ് ചെയ്യും. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിന് ഏകദേശം 2000-2500ഓളം ആൾക്കാർ ബേസിക് കോഴ്സ് കൊടുത്തു കഴിഞ്ഞു. എൻ്റെ സ്റ്റുഡൻസിൽ എന്തുകൊണ്ട് ഇത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ പറയും, കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണ മുന്നേ അവര് ക്രിട്ടിസൈസ് ചെയ്തതും പരാതി പറഞ്ഞതും ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ചായിരുന്നു. പക്ഷെ ഞാൻ അവർക്ക് റിയലൈസ് ചെയ്ത് കൊടുത്തു, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരല്ല നിങ്ങളുടെ പ്രോബ്ലം ഉണ്ടാക്കുന്നത്, നിങ്ങളാണ് പ്രോബ്ലം സൃഷ്ടിക്കുന്നത്. ഈ ഒരു ഒരു തിങ് അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു അറിവ് അവരിലേക്ക് ഞാൻ വിത്ത് വിതച്ചപ്പോ ഇന്നത് വലിയൊരു വൃക്ഷമായി മാറിയിട്ടുണ്ട് അവരുടെ ഉള്ളിലെല്ലാം. അതുകൊണ്ട് ദേ ആർ വെരി ഹാപ്പി. അവരെ തന്നെ ചേഞ്ച് ചെയ്യാൻ തയ്യാറായപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ചേഞ്ച് ആയി. വാട്ട് എ മാജിക്! അപ്പൊ ചുറ്റുമുള്ള ആൾക്കാരല്ല പ്രോബ്ലം ഉണ്ടാക്കുന്നത്, നമ്മളാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ തന്നെയാണ്. യു ആർ എ മാഗ്നറ്റ്. വാട്ട് മാഗ്നറ്റ്? ഇഫ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റ് ആണെങ്കിൽ, യു വിൽ ഓട്ടോമാറ്റിക് ആ വ്യക്തികളെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റ് അവരെ ചേഞ്ച് ചെയ്യിപ്പിക്കും. ബട്ട് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, യു വിൽ അട്രാക്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഒപ്പം അടുത്തിരിക്കുന്ന ഒരു പോസിറ്റീവ് ആളായിക്കോട്ടെ, അവനെയും കൂടെ നമ്മൾ നെഗറ്റീവ് ആക്കും. അതുകൊണ്ടാണ് നിങ്ങൾ സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് പവർഫുൾ ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകും, ജോലിക്ക് പോകും. ഏതെങ്കിലും ഒരാൾ നിങ്ങളെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമെങ്കിൽ നിങ്ങളുടെ എനർജി താഴെ പോകും. ഏതോ ചൈന ഫോണിലെ ചാർജ് പോലെ. ചാർജ് കുത്തിയിട്ടിരുന്നപ്പോൾ പവർ ഫുൾ 100%, ചാർജ് പോയി ഒരു കോൾ വിളിച്ചപ്പോൾ നേരെ 20%. സെയിം തിങ് നമ്മളാവും. എന്തുകൊണ്ടാ? ഞാൻ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓൾവേസ് ഐ അട്രാക്ട് നെഗറ്റീവ് പീപ്പിൾ, ആൻഡ് ഞാൻ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം റീത മാഡം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ചേഞ്ച് യുവർ സെൽഫ്. ബ്യൂട്ടിഫുൾ ആവും. എഴുതി വെച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക എന്നോട്. ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുള്ളത് സെൽഫ് ലവ് തുടങ്ങിയാൽ ദേഷ്യം തന്നെ കുറയും. അതും ഒരു നല്ലൊരു പോയിന്റ് ആണ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ സാർ, ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് എങ്ങനെയാ സാർ ഒഴിവായിട്ട് വരാൻ പറ്റുക? ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ റിലേറ്റീവ്സ് ആയിരിക്കാം, എങ്ങനെയാ ഒഴിവായി വരാൻ പറ്റുക? തൊട്ട് മുമ്പ് ഞാൻ അതിന് ആൻസർ പറഞ്ഞു. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഞാൻ നാട്ടിൽ നിൽക്കുന്ന നാട്ടുകാരെ എന്റെ കാണുന്നത് കണ്ടാലും കുഴപ്പമില്ല. ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയം കല്യാണം, പാലുകാച്ച്, മരണ വീട്ടിലൊക്കെ ഇങ്ങനെ പോണമല്ലോ. പോണ സമയത്ത് ഇവര് വളഞ്ഞു നിന്ന് തന്നെ നെഗറ്റീവ്സ് പറഞ്ഞ് അങ്ങ് നശിപ്പിക്കുമെന്ന്. എനിക്കാണെങ്കിൽ ആ സമയത്തൊക്കെ വളരെ ദേഷ്യമുള്ള ഒരാളാണ്. ആ സമയത്ത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ബട്ട് ഐ നോ വാട്ട് എന്താണെന്ന്. അപ്പോ ഇവരാണെങ്കിൽ വളഞ്ഞ് നെഗറ്റീവ് പറയും. എനിക്ക് നെഗറ്റീവ് കേൾക്കുന്ന ഇഷ്ടമില്ല, വെറുതെ കുറ്റങ്ങൾ പറയാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ എന്താ ചെയ്തേ? പതുക്കെ കല്യാണത്തിനും മരണ വീട്ടിലും ഈ പരിപാടിക്കൊക്കെ പോണത് അങ്ങ് നിർത്തി. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ, പോണ നിർത്തി. അപ്പൊ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ അടുത്ത് നിന്ന് വന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? പോയി. അപ്പൊ ഒന്ന് ചെയ്യാം. അപ്പൊ പറയും എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. വെയിറ്റ്, എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചാർജ് ആവണം ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ ചാർജ് ആയാൽ ലോ ഓഫ് അട്രാക്ഷന്റെ റൂളാണ് ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസി വസ്തുക്കളെല്ലാം ഒരുമിച്ച് അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും നിങ്ങളുടെയും എനർജി ഫ്രീക്വൻസി സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഓൾവേസ് അട്രാക്ട് ചെയ്യും ഈച്ച് അതർ. പക്ഷേ നിങ്ങളുടെ എനർജി ഇവരെക്കാളും ഹയർ ലെവലിലാണെങ്കിൽ
എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടു പോകും. സൂപ്പർ അല്ലേ? ശരിയാണ്. താങ്ക് യു. യാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹയർ ലെവലിൽ എനർജീസ് കൊടുത്ത് 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 എന്ത് ചെയ്യണം? നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ കാര്യം, ഈ പറയുന്ന കൊതുകിന്റെ കഥ നമുക്ക് എടുക്കാം. ഒരു കൊതുകിനെ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും? ഒന്ന്, നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്തിരുന്നാലും നമുക്ക് അടിക്കാൻ പറ്റും. രണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? കയ്യെത്തി അടിക്കാം. മൂന്ന്, നമുക്ക് ബാറ്റ് വെച്ച് അടിക്കാം. ലൈക്ക് കൊതുകിന് അടിക്കണം, ബാറ്റ് വെച്ച് നമ്മൾ അടിക്കാം. ഓക്കെ, അത്രേ പറ്റൂ. നമ്മൾ പിന്നെ ശ്രമിക്കത്തില്ല. സെയിം തിങ്, പീപ്പിൾ നിങ്ങളെ വീണ്ടും വീണ്ടും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കളിയാക്കുന്നു, വഴക്ക് പറയുന്നു എന്നൊക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? സിമ്പിൾ തിങ്. അവര് നിങ്ങളെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അവരുടെ ബോഡി ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ അടിച്ചടിച്ച് എന്ത് ചെയ്യും? ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രണ്ട്, നിങ്ങൾ അവർ ലെവലിലായിരിക്കും നിൽക്കുന്നത്, അപ്പോഴും അവരടിക്കും. മൂന്ന്, അവര് കയ്യെത്താ ദൂരത്ത് നിൽക്കുന്നതായിരിക്കും നിങ്ങൾ, അപ്പോഴും നിങ്ങൾ അടിക്കും. പക്ഷേ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തലങ്ങളിൽ നിങ്ങൾ എത്തിയാൽ ഇന്നർ സ്ട്രെങ്ത് പിന്നെ രക്ഷപ്പെട്ടൊന്നുമല്ല, പിന്നെ അവന് പറ്റത്തില്ല. സാധിക്കും. യാ, അപ്പൊ പിന്നെ അവൻ എന്ത് ചെയ്യും? അടുത്ത ആളെ നോക്കി പോവും. ഹലോ വേറെ സാർ. ആരുണ്ട്? മാമന്റെ മോൻ. ഇനി മാമന്റെ മോനെ അങ്ങ് തുടങ്ങാം. ഇവർക്ക് ഇതാ പണി, വേറെ പണിയില്ല ഇവർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യാ, സീരിയസ്ലി ഇതൊക്കെ ഞാൻ അനുഭവിച്ചു വന്നതാണ്. ഞാൻ എന്ത് ചെയ്തു? താങ്ക് യു. നേരെ നാട്ടിൽ നിന്ന് മുങ്ങി. സ്ഥലം കേരള തിരുവനന്തപുരത്താണ്. ഇപ്പൊ 2 വർഷം, നിയർലി 2 വർഷമായി ഞാൻ ലണ്ടനിലാണ്. ചേഞ്ച് യുവർ വൈബ് ആൻഡ് ചേഞ്ച് യുവർ ട്രൈബ് താങ്ക് യു എന്ന് സർ. പറഞ്ഞ് നിങ്ങൾക്ക് നാട് കിടക്കാനൊന്നും പറ്റത്തില്ല. ഐ നോ ദാറ്റ്. ബട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇല്ലെങ്കിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ വേ പറഞ്ഞുതരാം കേട്ടോ. ഓൾവേസ് സ്പീക്ക് പോസിറ്റീവ്. നെഗറ്റീവ് പറയാൻ വരുന്ന ആൾക്കാരുടെ എപ്പോഴും എന്ത് ചെയ്യണം? പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സെയിം തിങ്, ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസി വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നു, അട്രാക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവന് എന്തുണ്ടാവില്ല. യാ, ഇവ എപ്പോഴും പോസിറ്റീവ് തന്നെ, പോസിറ്റീവ് തന്നെ, പോസിറ്റീവ്. ഇവനെന്താ നെഗറ്റീവ് പറയണമെങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇന്ന് പൊക്കോളൂ. അത്ര ബ്യൂട്ടിഫുൾ വേസ് ഉണ്ട് നമുക്ക്. യാ, യൂസ് ഇറ്റ്. സൂപ്പർ. ഓക്കെ സർ. താങ്ക് യു. ഹലോ സർ. സർ ആഹാ, ഹലോ, പറയൂ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. അറിയാമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടോ? അതായത് 11 11 12 12 13 13 അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിന് എന്തോ. എന്തെങ്കിലും പറയാനുണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ഈച്ച് നമ്പർ, ഓരോ നമ്പറിനും അതിൻ്റെതായ രീതിയിൽ മീനിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റിലേറ്റബിൾ ആയിട്ട് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന സൂചനകളാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സി, ഗോഡിന്റെ, നമ്മുടെ ദൈവത്തിന്റെ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചില ആൾക്കാരെ അത് ഓക്കെ അങ്ങനെ വട്ടാണെന്ന് പറയും, ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സി, ദൈവത്തെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന മുന്നായിട്ട് ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഈ വിശ്വസിക്കുന്ന ഏഞ്ചൽസ്, മാലാഖമാരെന്ന് നമ്മൾ വിശ്വസിക്കുക. സോ അപ്പൊ ഈ മാലാഖമാര് നൽകുന്ന സൂചനകളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിരന്തരമായി 6666 അല്ലെങ്കിൽ 666 കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ ആഴത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം, കുറച്ചുകൂടെ വിശ്വാസം കൊടുക്കണം, കുറച്ചുകൂടെ ഫീലിങ്സ്, ഇമോഷൻസും കൊടുക്കണമെന്നാണ് ആ നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓരോ നമ്പറും എന്ത് ചെയ്തു? ഓരോ തരത്തില് മീനിങ് തരുന്നുണ്ട്. അപ്പൊ മാഡത്തിന് അതിനെ കുറിച്ച് നോക്കണമെങ്കിൽ ഗ്രീൻ ട്രൂത്ത് എന്ന ചാനലില് അപ്പൊ എന്തെടുത്തിട്ടുണ്ട്? നമ്മൾ ആ മീനിങ് എങ്ങനെ കണ്ടുപിടിക്കും? മീനിങ് കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറഞ്ഞു തന്നെ. യൂട്യൂബില് ഓരോ നമ്പറിനും മീനിങ് കൊടുത്തിട്ടുണ്ട്. ആ മീനിങ് പഠിക്കുക. Yeah. ചാനല് അറിഞ്ഞുള്ളതൊരു ഞാൻ കാര്യം നമുക്ക് നിരന്തരമായിട്ട് എങ്ങനെ കാണുന്നതാണ് ഈ 11 11 കാണാറുണ്ട്. 11 ഈ 11 ആണ് ന്യൂ 21 ബിഗിനിങ് ആണ്, 21 പുതിയ തുടക്കത്തെ പിന്നെ ഈ സൂചിപ്പിക്കുന്നതാണ് 11 11. ഓക്കെ, യാ. പിന്നെ അതുപോലെ സോ 21 21 16 16 13 13 10 10 അങ്ങനെ കുറെ ഞാനിങ്ങനെ കാണാറുണ്ട്. അത് ഞാൻ കാണാൻ വേണ്ടി കാണുന്നല്ല, ഫോൺ എടുത്ത് നോക്കുമ്പോ സമയം അതായിരിക്കും. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് മീനിങ് അറിഞ്ഞുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിന് അറിയില്ലെങ്കിൽ നിങ്ങൾ കഥ തുറന്ന് അകത്തേറിയിരിക്കാൻ പറയോ? ഇല്ല.
ആ ഏതോ ഒരു വഴി പോക്കാൻ പോണു, സെയിം തിങ്. 11 കാണണം, ആർക്കറിയാം എന്താ. സോ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പം ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കത്തിന് തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള സംഭവം. അപ്പൊ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടെ ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം ചെയ്യും. ഹലോ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് റീസൺ കേൾക്കണില്ല. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഒരാൾ നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, എന്നോട് ഒരാൾക്ക് ഭയങ്കര പ്രതികാരമാണ്, അതില്ലാതാക്കാൻ എന്ത് ചെയ്യണം? ഷൈജ. ഓക്കെ, ദാറ്റ്സ് സൂപ്പർ ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ചേക്ക ക്വസ്റ്റ്യൻ. എന്നോട് ഒരാൾക്ക് ഭയങ്കര പ്രതികാരമാണ്, അതില്ലാതാക്കാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അത് എന്നോട് ഒരാൾക്ക് നല്ലൊരു പ്രതികാരമാണ്, അപ്പൊ എന്ത് ചെയ്യണം പറയൂ. ഷൈബ മേഡം പറയൂ, എന്ത് ചെയ്യണം? എന്നേക്കും അവനെ തട്ടിക്കളയണമെന്നാണോ? ചെയ്യണം. നമ്മുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയ്ക്കുക അവരോടുള്ള. ദാറ്റ്സ് ഗുഡ്, അത് നമുക്ക് ചെയ്യാം. നമ്മൾ ഓൾവേസ് കൊടുക്കുന്ന അഫർമേഷനും തോട്ടും എന്താണ്? എനിക്ക് അല്ല, ഇദ്ദേഹം എന്നോട് എപ്പോഴും പ്രതികാര മൈൻഡോട് കൂടിയാണ് നിൽക്കുന്നത്, ഇദ്ദേഹം എപ്പോഴും പ്രതികാര മൈൻഡോട് കൂടി നിൽക്കുന്നത്. വീണ്ടും ഇങ്ങനെ വീണ്ടും ആവശ്യം അദ്ദേഹത്തിന് പ്രതികാരം കൂടുവോ കുറയോ? കൂടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് വേണ്ടി ഓപ്പനോ ചെയ്യാം. 2, അദ്ദേഹത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന്റെ ലൈഫ് സൂപ്പർ ആവാൻ വേണ്ടിയിട്ട്. 3-ാമത്തെ കാര്യം, അദ്ദേഹത്തെ നന്നായിട്ട് സ്നേഹിക്കാം. പോയി കെട്ടിപ്പിടിക്കണം, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനല്ല പറയണേ. എവറിത്തിങ്സ് എനർജി, എനർജി ഈസ് എവറിത്തിങ്. എല്ലാം ഊർജ്ജമല്ല. അപ്പൊ നിങ്ങളുടെ സ്നേഹമാകുന്ന ഊർജ്ജം അദ്ദേഹത്തിലേക്ക് എത്തിക്കോളും. അപ്പൊ അദ്ദേഹം ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. ഒരു റിയലൈസേഷൻ വരും അദ്ദേഹത്തിന്റെ ലൈഫിൽ. ഓ ഗോഡ്, ഞാൻ എന്തിനാണ് അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ടത്? ഇനി മറ്റൊരു കാര്യം, ചിലപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ ചിന്തകളാവാം മേ ബി. ശരിയല്ലേ? ഇല്ലെങ്കിൽ ലൈഫിൽ ഒരു സംഭവം സംഭവിച്ചു, ഓക്കെ, ലൈഫിൽ സംഭവിച്ചു. ആ സംഭവിച്ച കാര്യം പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവില്ല. പക്ഷെ സംഭവിച്ച അന്ന് മുതൽ ഇന്ന് നമ്മുടെ വരെയും മനസ്സിലിങ്ങനെ അദ്ദേഹം മനസ്സിൽ കൊണ്ടിടുന്നുണ്ടാവും. അതിലൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. എന്ത് സ്റ്റോറിയാ? അതായത് ഒരു സന്യാസിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. എന്താ? ഈ സന്യാസി പറഞ്ഞു ശിഷ്യനോട്, സ്ത്രീകളെ തൊടരുത്. ഓക്കെ, സ്ത്രീകളെ തൊടരുത്. ശരി, എഗ്രി. കുറച്ച് ദൂരം നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പുഴ കടക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു, അദ്ദേഹത്തിന് പേടി, പറ്റത്തില്ല ആ തരത്തില്. ഇപ്പൊ എന്ത് ചെയ്തു? ഈ സന്യാസി ഗുരു ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ തോളില് ഏറ്റി അക്കരെ കരെ കൊണ്ടെത്തിച്ച്. ഇതാര് കണ്ടു? ശിഷ്യൻ കണ്ടു. ശിഷ്യൻ കണ്ടിട്ട് മനസ്സിൽ വെച്ചു. എന്നിട്ട് ഇവര് നടക്കുകയാണ്, അടുത്ത യാത്ര ചെയ്യാനായിട്ട് കുറെ ദൂരം പോണം. ഈ ശിഷ്യനാണെങ്കിൽ എന്തോ ഗുരുവിനോട് ചോദിക്കാൻ വേണ്ടി കുറെ നേരം ശ്രമിച്ചോണ്ടിരിക്കുക, പക്ഷെ ശിഷ്യന് ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ യാത്ര കുറേ പോയി സ്ഥലം എത്താറായപ്പോ ഗുരുവിനെ പിടിച്ചു നിർത്തി, ക്രോസ് ചെയ്ത്. ഗുരു നിൽക്കൂ. എന്താ 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 ശിഷ്യ പറയൂ. ഈ യാത്ര തുടങ്ങിയപ്പോ ഗുരു എന്നോട് പറഞ്ഞു, സ്ത്രീകളെ തൊടാൻ പാടില്ല, അതാണ് നമ്മളെ റൂൾ എന്ന് പറഞ്ഞു. ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ യാത്ര തുടങ്ങിയപ്പോ ഒരു സ്ത്രീ ഇതേപോലെ നിന്നു. എന്തിനാണ് താങ്കൾ ഇതേതെ ഈ തോളത്തേറ്റി അക്കരെ കൊണ്ടുപോയത്? അത് റൂൾ ബ്രേക്ക് ചെയ്തില്ലേ? അത് നല്ല ക്വസ്റ്റൻ അല്ലേ, റൂൾ ബ്രേക്ക് ചെയ്യുക എന്നത്. പക്ഷെ ദ തിങ് ഈസ്, അതിന്റെ ബിറ്റ്വീൻ നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ യാത്ര തുടങ്ങിയ മുതൽ യാത്ര അവസാനിക്കുന്ന ഇടയിലായിട്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു, നല്ല നല്ല ഗുഡ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. അദ്ദേഹം എന്താ ചെയ്തേ? തുടക്കത്തിൽ സംഭവിച്ച ഒരു സംഭവത്തെ മനസ്സിൽ ക്യാരി ചെയ്ത് ഈ യാത്ര അവസാനിക്കുന്നവരെ കൊണ്ടുപോയി. ഇതാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എപ്പോഴോ സംഭവിച്ചൊരു കാര്യമാവും മേ ബി, ഇന്നും അത് മനസ്സിലായിട്ട് അലട്ടും കിടക്കുക. സാർ, ഞാൻ ഈ കാര്യത്തിൽ എന്റെ ഒരു അനുഭവം ഒന്ന് പറഞ്ഞോട്ടെ സാർ. ഇപ്പൊ നമ്മൾ ഈ ശത്രുത കൊണ്ട് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ സാർ, പറയൂ. അതിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞോട്ടെ. പറയൂ.
ഒരു ലേഡി എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിനൊന്ന് തടയാനും എന്താ പറയാ കോടതി കേസ് വരെ എത്തിച്ച ഒരു സ്ത്രീയാണ്. അന്നൊക്കെ നമുക്ക് ദേഷ്യമുണ്ട്, ശരി. പക്ഷെ നമ്മൾ അവരായിട്ട് ഒന്നിനും പോയിട്ടില്ല. നമ്മളെല്ലാം ലീഗലായിട്ട് നടന്നു. എന്റെ ബിസിനസ് ഞാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സംസാരമോ ഞങ്ങൾ തമ്മിൽ സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ തൊട്ടടുത്തായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. അപ്പൊ ഞാൻ കാണുമ്പോൾ ആ ലേഡി തീരെ വയ്യാണ്ട് നടന്നു വന്ന് മോൻ പിടിച്ചിട്ടാണ് വന്നത്. മോൻ പിടിച്ചു കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് ചെന്നിരുന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പനി പിടിച്ചു മോളെ, വല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതല് പിന്നെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും എന്നെ നോക്കി ചിരിക്കും. ഞങ്ങള് എന്തോ ഭയങ്കര ഫ്രണ്ട്സിന്റെ പോലെ ഞങ്ങള് കാണുമ്പോഴും ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതെല്ലാം. എന്നെ കുറിച്ച് ഇപ്പൊ അവരെന്താ പറയണേന്ന് ഞാൻ ഒന്നും അന്വേഷിക്കാറില്ല. എനിക്ക് അങ്ങനെ ആരോടും ഞാൻ ഒരു ദേഷ്യം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എല്ലാവരോടും ഇപ്പൊ ഞാൻ നേരത്തെ ആ ഒരു സെൽഫ് ലവിന്റെ ഒരു കാര്യം പറഞ്ഞത് ഞാനാണ്. അപ്പൊ നമ്മളോട് നമുക്കൊരു സ്നേഹം തോന്നാം, ആ ഒരു സ്നേഹം നമുക്ക് മറ്റുള്ളവരോടും തോന്നാം. അപ്പൊ അവർക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നുള്ളതാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അതാണ് പറഞ്ഞത്. യെസ്. സോ പുള്ളി ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് സ്നേഹം കൊടുത്തോണ്ടിരിക്കുക, സ്നേഹം കൊടുത്തോണ്ട് ബഹുമാനിച്ചോണ്ടിരിക്കുക. തിരിച്ച് ഇവിടെ ഒരു കാര്യം, തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ സംഭവം കിട്ടിയില്ലെങ്കിൽ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, എനിക്ക് സങ്കടം വരും, എനിക്ക് ദുഃഖം ഉണ്ടാവും. സോ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട, കൊടുത്തോണ്ടിരിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റെവിടെ കൂടെയെങ്കിലും നമുക്ക് തരും. അത് യൂണിവേഴ്സൽ ലോ ആണ്. അത് യൂണിവേഴ്സൽ ലോ ആണ് ആക്ച്വലി. അപ്പൊ ജസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒന്ന് പോയി കാണുക, പോയി കണ്ട് സംസാരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് സോൾവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ സംസാരിച്ചു. ഇപ്പം അദ്ദേഹം വിചാരിക്കണ്ടാവും ഇവൾക്കായിരിക്കും എന്നോട് ദേഷ്യം. ഇനി ഇവര് വിചാരിക്കുന്നതാ അദ്ദേഹത്തിനാണ് എന്നോട് ദേഷ്യം എന്ന് ആലോചിച്ച് നോക്കിയേ. മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കില്ലേ അവിടെ? മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കില്ലേ അവിടെ? പോയി സംസാരിക്കടോ. എത്ര നാൾ നമ്മൾ ജീവിക്കുന്നില്ല അറിയാവോ? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ട് എന്താ? നീർക്കുമ്മള പോലെ നിലയേറ്റതാകുന്നു നമ്മുടെ ജീവിതം, ശരീരം. നാളെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയില്ല. നമ്മൾ ഈ ദുഃഖവും ദുരിതങ്ങളും അത് വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കൊണ്ട് നടന്നിട്ട് എന്ത് കിട്ടാനാണ്? എന്താണ് അവിടെ നിന്ന് നമുക്ക് നേട്ടം കിട്ടുന്നത്? പകരം നമ്മള് പരസ്പരം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും കിട്ടുന്ന മൊമെന്റ് ആസ്വദിക്കുകയൊക്കെ ചെയ്യണമെങ്കിലോ, നാളെ ബെഡിൽ കിടക്കുമ്പോ നമുക്ക് സന്തോഷിക്കാം. മനസ്സ് ഒരു എന്താണ് കുളിർമയുണ്ടാവും. ഓക്കെ, കിട്ടിയ സമയം ഞാൻ ആസ്വദിച്ചല്ലോ, എൻജോയ് ചെയ്തല്ലോ, എല്ലാരും സ്നേഹിച്ചല്ലോ. അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് ബെഡിൽ കിടന്നിട്ട് ഞാൻ ചെയ്ത ക്രൂരകൃത്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണമെങ്കിലോ, എത്ര പേരെ ചതിച്ചു, എത്ര പേര് പറ്റിച്ചു, എത്ര പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എത്ര പേരെ ഞാൻ കോടതി കയറ്റി. ആ ബെഡിൽ കിടന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ മുകളോടേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. സോ ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. ഇപ്പൊ ഉള്ളതിൽ എന്താണോ സന്തോഷിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, പറ്റുമെങ്കിൽ ബഹുമാനിക്കുക, എല്ലാവർക്കും നല്ലത് ചെയ്യുക, പറ്റുന്നത് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അവരെ ബുദ്ധിമുട്ടിക്കരുത്. രക്ഷപ്പെട്ടോട്ടെ ആൾക്കാർ, അല്ലേ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. നമ്മൾ എന്തിനാണ് അതിൻ്റെ ഇടയിൽ കാലെടുത്ത് വെച്ചിട്ട് അവർ മറിച്ചിടുന്നത്? എന്തിനാ? വേണ്ട. പറ്റുമെങ്കിൽ കൈ കൊടുക്കുക, സഹായിക്കുക. പറ്റിയില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ. സോ കുറെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തമ്പുരാൻ അനുവദിച്ചു. ഒരാളും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ അത് ഞാനൊന്ന് ജസ്റ്റ് ആരാണ് ഒരു അഫർമേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ആ ചോദ്യം? ഒന്നുകൂടെ ചോദിക്കാവോ? ഇവിടെ ഞാൻ കണ്ടില്ല. അവര് ചോദിച്ചത് ദേഷ്യം മാറാൻ വേണ്ടിയിട്ടാണ്. ദേഷ്യം മാറാൻ ദേഷ്യം വേണ്ടി അവർ മാറാണ്ടല്ല, ചോദിച്ചത്. അല്ല, വേറെ ആരാധന എന്തോ. പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ. ചിലർക്ക് ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർഗീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ ആയിട്ട് ആ ആളിലെ ഉള്ളിലുള്ള ഇമോഷൻസ്, അതായത് ട്രോമാസ് ഒരു കാരണമാവും ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ബേസിക് കോഴ്സിൽ പഠിച്ചിട്ടുള്ളത് എന്താ? വാട്ട് യു ഫീൽ ദാറ്റ് യു അട്രാക്ട് എന്ന്. എത്രത്തോളം അവരുടെ ഉള്ളിലുള്ള ബാഡ് ട്രോമാസ് ക്ലെൻസ് ചെയ്യാതിരിക്കണ്ടോ അത്രത്തോളം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ
ഡെഫിനറ്റ് ആയിട്ട്. പിന്നല്ലാതെ നമ്മൾ ആപ്പിൾ തൈ വെച്ചാൽ അവിടെ ഓറഞ്ച് കിട്ടില്ലല്ലോ, ആപ്പിളെ അപ്പൊ കിട്ടുള്ളൂ. ആദ്യം സ്വയം ഹീൽ ചെയ്യണം, എന്നാലേ വേറുള്ളവരോട് forgive സ്വയം ചെയ്യാൻ പറ്റൂ. ഹീലിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗുഡ്. സ്വയം ഹീലിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പക്ഷെ മനസ്സിലാക്കുക, ഈ ഒരു എനർജി ലെവലിൽ നമുക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും? പറ്റില്ല. അതിനാണ് ഹീലേഴ്സിനെ ഹെൽപ്പ് ചെയ്യിക്കുന്നത്. അപ്പം അതെ, അതെ. ആരാണോ അതിന് ഉത്തമമായിട്ടുള്ള ആൾക്കാർ, അവരെ ചോദിക്കുക, അവരെ കൊണ്ട് ഹീൽ ചെയ്യിപ്പിക്കുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. ചിലപ്പോൾ അവരോട് സംസാരിക്കുന്ന മുന്നേ തന്നെ അവർക്ക് കാര്യങ്ങൾ എന്താണ് മനസ്സിലാവും. അപ്പൊ അവരെ ഹെൽപ്പോട് കൂടി കാര്യങ്ങൾ ക്ലെൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്ത് ഓക്കെ. എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ഇന്നർ ചൈൽഡ് എന്ന സംഭവം. ഇപ്പൊ നോക്കുമ്പോൾ ലൈക്ക് എനിക്കിപ്പം 50 വയസ്സായെന്ന് വെച്ചോളൂ. സോ ഈ 50 വയസ്സാകുമ്പോൾ നോക്കുമ്പോൾ 50 വയസ്സായി, ഓ ലൈക്ക് അവ അത്രയും മെച്ചുവർ ആണ്, അല്ലെങ്കിൽ 50 വയസ്സായ മെച്യൂരിറ്റി ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ കാണുന്നത്. പക്ഷെ ഈ 50 വയസ്സായ ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇന്നർ ചൈൽഡ് ഉണ്ട്. എത്ര വയസ്സാണേലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ആ ചില സമയത്ത് 50 വയസ്സാവണയിൽ പോലും കുഞ്ഞുനാളിൽ എന്താണോ കിട്ടാത്തത്, ആ കിട്ടാത്ത സംഭവം 50-ാം വയസ്സിൽ കാണുമ്പോഴും അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. നിങ്ങൾ പല ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നില്ല. ചില ആൾക്കാർ ഈ 50-ാം വയസ്സിൽ 60-ാം വയസ്സിൽ എന്തിനാണ് ഡാൻസ് പഠിക്കുന്നത്? ഇന്നർ ചൈൽഡ്. കുഞ്ഞിലെ ഡാൻസ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അവരിപ്പോ ഫുൾഫിൽ ചെയ്യുന്നു. ചില ആൾക്കാർ 60-ാം വയസ്സിൽ പട്ടുപാവാടയും ബ്ലൗസ് ഇട്ട് നടക്കുന്നുണ്ടാവും. നമ്മൾ കളിയാക്കും 60-ാം വയസ്സിൽ പട്ടുപാവാടയും ബ്ലൗസും വേറെ ജോലി ഇല്ലേന്ന്. ഇന്നർ ചൈൽഡ്, ആ ഉള്ളിലുള്ള കുട്ടിക്ക് അതൊക്കെ വിഷമങ്ങളാണ്, അതൊക്കെ ഹീൽ ചെയ്യണം. ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് എവർ. എത്രത്തോളം ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യണ്ടോ അത്രത്തോളം വ്യത്യാസം ഉണ്ടാവും ലൈഫിൽ. ദാറ്റ്സ് ഗുഡ്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി സാർ. വേറൊരാൾ ചോദിച്ചിട്ടുള്ള നിങ്ങളെ ഗ്രൂപ്പിലെ കണ്ടിട്ടുണ്ടാവും കോഴ്സിനെ പറ്റി. നമുക്ക് ബേസിക് കോഴ്സ് വരുന്നത് ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. നിങ്ങൾ എങ്ങനെയായിരുന്നു കോഴ്സിന് മുമ്പേ, ഞാൻ എഴുതിത്തരും. കോഴ്സിന് ശേഷം നിങ്ങൾ പുതിയൊരാളായിരിക്കും, അത് ഉറപ്പാണ്. ബേസിക് കോഴ്സ് 5 ദിവസത്തെ കോഴ്സാണ്. 8 മണി മുതൽ 10 മണി വരെ ഡെയിലി 2 hours ആണ് സെഷൻ വരുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നത് വാട്ട്സ് ലോ ഓഫ് അട്രാക്ഷൻ, വിഷ്വലൈസേഷൻ, അഫോർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, മണി റിലേറ്റഡ് തിങ്സ്, വാട്ടർ ടെക്നിക്, പിന്നെ സെൽഫ് ലവ്, പിന്നെ മണി സേവിങ്സ്, പിന്നെ ഏകദേശം 10-15ഓളം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ 5 ദിവസം പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ദൂരെ കളയുകയല്ല ചെയ്യുന്നത്. അവിടെ നിങ്ങൾ പൊക്കിയെടുത്തോണ്ട് നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക് വരും. അവിടെ എല്ലാ ദിവസവും അഫോർമേഷൻസും മറ്റ് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഫീസ് വരുന്നത് 1333 രൂപയാണ്. അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്, ബട്ട് സെഷൻ ഞാൻ കൊടുക്കുന്ന വാല്യൂ ബിഗ് തിങ് ആണ്. നിങ്ങൾ 5 days കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൈകുന്നേരം 8 മണി മുതൽ 10 മണി വരെയാണ്. ഇനി ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം നിങ്ങളുടെ ഇത് സമയത്തിനനുസരിച്ച്. 1333 രൂപയാണ് സെഷൻ വരുന്നത്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ സെഷൻ എന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറോട് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഒരുപാട് ആൾക്കാർ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. ബട്ട് കിട്ടിയതിൽ ഗ്രേറ്റ്ഫുൾ ആവുക. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ ഡയറക്റ്റഡ് ആൻസർ അല്ല പറഞ്ഞ്, അതിനെ മാക്സിമം വിശദീകരിച്ചാണ് കാര്യങ്ങൾ സംസാരിച്ചത്. കേൾക്കുക, വീണ്ടും കേൾക്കുക. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക. എന്താ ഗുണം? സബ് കോൺഷ്യസ്ലി അത് രജിസ്റ്റർ ആവും. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നെയായിരിക്കും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ സക്സസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ന്യൂ ബിഗിനിങ്സ് ആയിക്കോട്ടെ, അതൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നു, മോർണിംഗുള്ള ഫ്രീ സെഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇറ്റ്സ് ഫ്രീ. ആക്ച്വലി ഫ്രീ ആയതുകൊണ്ട് തന്നെ വാല്യൂ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ബട്ട് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു മോർ ദാൻ 100 days ആയി കണ്ടിന്യൂസ്ലി. കഴിഞ്ഞ 100 ദിവസമായിട്ട് നമ്മൾ ഈ മോർണിംഗ് 5 o'clock ഫ്രീ സെഷൻ ഓൺ ഗോയിങ് ആണ്. ഓക്കെ. സോ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും?
സാറ് ഒരു എങ്ങനെയുണ്ട്? കാര്യം, ഞാൻ ഈ ക്ലാസ്സിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഓർത്തിരിക്കുവായിരുന്നു. കാരണം ഞാൻ കമ്മിറ്റഡ് ആണ്, പിന്നെ ഷെഡ്യൂൾ വിഷയമായിരുന്നു. അപ്പൊ ഇപ്പം ഈ എനിക്ക് റെക്കോർഡിംഗ് തരുന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ ഐ റെഡി ടു പേ ഫോർ ദാറ്റ്. കാരണം റെക്കോർഡ് വേറെ തരും. ഞാൻ അടുത്ത ക്ലാസ് എന്നാന്ന് ചോദിക്കാതിരിക്കുവായിരുന്നു. അപ്പോഴിപ്പോ റെക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞത്. റെക്കോർഡ് തരും. പ്ലീസ് സാർ റെക്കോർഡ് ഉറപ്പായിട്ടും 2 hours ഇരുന്ന് കേൾക്കുക. ഇറ്റ്സ് ഫോർ യു. അറിയാം സാർ. സാറ് സോ വേറൊരു ചെറിയ കോമഡി, ഈ ഇത്രയും ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് രാവിലെ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഡ്യൂട്ടി കാരണം സാറിന്റെ ഈ 5 മണിന്റെ സെഷന് ഈ 3 ദിവസവും ഉണ്ടായില്ല. ഓക്കെ സോ ദിസ് ഇസ് ഓൾസോ മാനിഫെസ്റ്റേഷൻ. ദൈവമേ, എനിക്ക് ക്ലാസ് കയറാൻ പറ്റില്ല, എനിക്ക് ക്ലാസ് കാണല്ലേ. ദാറ്റ്സ് ഗുഡ്. സോ അപ്പോ സീരിയസ്ലി ഞാൻ പറയുന്നു, ചേഞ്ച് യുവർ ട്രൈബ് ആൻഡ് ചേഞ്ച് യുവർ വൈബ്. ട്രൈബ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വൈബ് ചേഞ്ച് ചെയ്യുള്ളൂ. നിങ്ങളുടെ വൈബ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുള്ളൂ.